എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ പലഹാരം ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. മട്ട അരി 1 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണയൊന്ന് യൂസ് ചെയ്യാണ്ട് നന്നായിട്ട് നമുക്ക് ഈ അരി ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മളപ്പോൾ ഈ ഒരു അരി വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈ മാറ്റാതെ നമ്മൾ ഫുള്ളായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ആൾ ടൈമറൊക്കെ വെച്ചിട്ടുണ്ടോ ഇത് ഫ്രൈ ആവുന്ന ടൈമൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി ഫ്രൈ ആയിട്ട് വരാൻ ഏകദേശം ഒരു 4 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അരി പൊട്ടി വരുന്നത് നമുക്ക് ആ ഒരു സൗണ്ട് കിട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ ചെറിയ അരികളൊക്കെ ഇതുപോലെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞങ്ങളിവിടെ വളരെ കുറച്ച് ശർക്കര മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം മധുരം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മധുരം കുറയുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് മാത്രം ശർക്കര എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് റൈസാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങ തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തേങ്ങയും റൈസും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസ് അങ്ങനെ നമ്മുടെ ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏലക്കയാണ്. അപ്പോൾ ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി കൂടിയിട്ട് ഇതിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടി ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം ഇപ്പോൾ ഉള്ള തലമുറയിൽ അധികം പേർക്ക് അറിയുമോയെന്നറിയില്ല, കാരണം പണ്ട് നമ്മൾ കൂടുതൽ കഴിച്ചിരുന്ന ഒരു പലഹാരമാണ് അരിയുണ്ട. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഉണ്ടയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ടൈം മാത്രമേ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പലഹാരം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഉരുട്ടിയെടുക്കുന്ന പ്രോസസ്സ് നമ്മൾ ഭയങ്കര മത്സരിച്ച് ചെയ്തതാട്ടോ. കാരണം ഞങ്ങൾ 2 പേരും ഉണ്ടാക്കിയതിൽ ഉണ്ടാക്കിയതാ നല്ല റൗണ്ട് ഷേപ്പ് വരികയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളതാ ഇതുപോലെ മത്സരിച്ച് ഞങ്ങൾ 2 പേരും കൂടിയാണ് ഉരുട്ടിയെടുത്തേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഈ അരി ഉണ്ട കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏകദേശം 1 കപ്പ് റൈസിൽ നിന്ന് നമുക്ക് 9 അരി ഉണ്ടയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.